ഈ സീസണിലെ ലവ് ട്രാക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ്. കാരണം വേറൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും വളരെ പക്വതയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് അനീഷ്. പക്ഷെ അനുമോൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ദേഷ്യം വന്ന് എണീറ്റ് പോയിരിക്കുകയാണ്. ഇനി ആകെ ബിഗ് ബോസ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഇഷ്ടമാണെന്നാണെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ അനുമോൾക്ക് കുറച്ച് ടൈം കൊടുക്കാം. ഇതൊന്നും പറയാതെ പെട്ടെന്ന് എണീറ്റ് പോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഗെയിം ആണോ എന്ന് വരെ പ്രേക്ഷകർ ചിന്തിക്കാം. കാരണം ഇപ്പോൾ അനുമോള് നല്ല ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അനുമോള് കൂട്ടുപിടിച്ചാൽ അല്ലെങ്കിൽ അനുമോളോട് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ അനുമോൾ റിജക്ട് ചെയ്യുന്ന അറിയായിരിക്കും. അപ്പൊ അനുമോൾ റിജക്ട് ചെയ്താൽ അനീഷിന്റെ ഗ്രാഫ് എന്തായാലും കയറുമല്ലോ. ആ ഒരു സിമ്പതി വോട്ട് കിട്ടാനുള്ള ഗെയിം ആണോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം പലരും പല സീസണിൽ ഇങ്ങനത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഡെയിലി കാണുന്ന ഒരാളാണ്. റിജക്ട് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അനുമോൾ ഡെയിലി ഫേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു മറുപടി അനുമോൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ അനുമോളെ മാനസികമായി തളർത്താനുള്ളതാണോന്ന് അറിയില്ല. കാരണം ആ ഒരു ഇന്റൻഷൻ മനസ്സിൽ വെച്ചിട്ടാണോ അനീഷ് ഈ പ്രപ്പോസൽ സീൻ ഇറക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു ഇഷ്ടം ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നൊരു ഇഷ്ടമാണ്. അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഗെയിം സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്നാണെങ്കിൽ ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് അനീഷിന്റെ. അതിലേക്ക് എന്തായാലും അനീഷിന് ഇതൊരു ഗെയിം പ്ലാൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അനുമോൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. കാരണം ഇനി വീക്കെൻഡ് എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ലാലേട്ടൻ എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇനി 2 ദിവസം പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്, അനുമോൾക്കും ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അനുമോൾ മാനസികമായി തളർത്താനും അനുമോൾ എന്തായാലും ഈ ഒരു ട്രാക്കിലായിരിക്കും ഇനി പോകുന്നുണ്ടാവുക. ഇനി വീക്കെൻഡ് എപ്പിസോഡിന് വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കുക അനീഷ് ഈ ഒരു ലവ് സീൻ ഇറക്കിയത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ഗെയിം ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുമോളത് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ ഇനി അനുമോൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം മൊത്തം കൊളായി പോകും. നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ആയാലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.